മേഡം പറഞ്ഞതൊക്കെ വാങ്ങിയിട്ടുണ്ട്. എല്ലാം കിട്ടിയല്ലേ? ആ കിട്ടി. അപ്പുറത്ത് കുറച്ച് കുപ്പിയും വേസ്റ്റ് ഒക്കെ കിടപ്പുണ്ട്, അതൊരു ചാക്കി കിട്ടി വെച്ചേ. മോൾക്കുള്ള പാലും ബിസ്ക്കറ്റും ഞാൻ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. മാഡം അതൊക്കെ ഒന്ന് എടുത്ത് കൊടുത്തേക്കണേ. അതൊക്കെ ഞാൻ എടുത്തു കൊടുത്തോളാം, നീ വേഗം ഇറങ്ങാൻ നോക്ക്. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഇന്നലെ കൂടി മാനേജർ വഴക്ക് പറഞ്ഞേ ഉള്ളൂ. ഇന്നോട് ലേറ്റ് ആയ ഹാഫ് ഡേ മാർക്ക് ചെയ്യുന്ന മാനേജർ പറഞ്ഞേക്കുന്നത്. ആഹാ, എന്നിട്ടാണോ ലേറ്റ് ആവുന്നേ? ഒന്നാമത് കിട്ടുന്നത് നിസ്സാര തുകയാ, ഇനി അതിന്നും കൂടി കുറച്ച് എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ, ജോലി നമുക്കല്ലേ ആവശ്യം. വേറെ എന്തെങ്കിലും ശരിയാവുന്നവരെ ഇവിടെ പിടിച്ചു തന്നേ മതിയാവും. സമയത്ത് മടികൂടാതെ ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ. മിടുക്കി, അമ്മ വരുമ്പോ ചോക്ലേറ്റ് കൊണ്ടുവരാം. ഉച്ചത്തേക്കുള്ള ഫുഡ് ബാഗിൽ എടുത്തു വെക്കാൻ മറക്കണ്ട. ഓ ശരിയാ, ഞാനത് മറന്നു. ഞാനിപ്പോ വരാം. മോളുടെ അമ്മയ്ക്ക് എന്തൊരു മറവിയല്ലേ. ആരും വരുന്നുണ്ടല്ലോ. എവിടെ അവള്? ആര്? ആ നാണം കെട്ടവൾ ഇവിടെ ഇല്ലേ? ദേ, സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കേണ്ടതേ ഞാനല്ല, അവളാ, ആമി. എനിക്ക് അവളെ ഒന്ന് കാണണം. എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നേ? ആമി ആർക്കും ഒരു ശല്യത്തിനും വരുന്നില്ലല്ലോ. എന്നാര് പറഞ്ഞു? അവൾ ഒരുത്തി കാരണോ എന്റെ കുടുംബം തകർന്നത്. അതൊക്കെ മോക്ക് വെറുതെ തോന്നുന്നതാ. ഇപ്പൊ അമ്പിളി ചെല്ല്, ആമി കടയിൽ പോകാൻ റെഡിയാവാ. ഈ സമയത്തൊരു സംസാരം വേണ്ട. ഞാൻ ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിലേ അവളെ കണ്ടിട്ടേ പോകൂ. ദേ അമ്പിളി നിക്ക്. അമ്പിളി, ആ ഇനി ആരെ മയക്കാനാടി നീ കെട്ടിയൊരുങ്ങി നടക്കുന്നേ? ചേച്ചി ഞാൻ മിണ്ടരുത്. ഏത് പകലടി ഞാനൊരു ചേച്ചിയായത്? നീ ഒരുത്തി കാരണോ എന്റെ രഘുവേട്ടൻ ഇങ്ങനെ ആയത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ചേച്ചി എന്തിനാ വെറുതെ ഓരോന്ന് പറയുന്നേ? എങ്ങനെ പറ്റുന്നടി നിനക്ക് ഇങ്ങനെ നുണ പറയാൻ? എന്റെ ഭർത്താവിൽ നിന്ന് എല്ലാ സഹായവും പറ്റിയ ശേഷം അയാൾക്ക് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങി കൊടുത്തവളല്ലേ നീ? എന്താ കുട്ടി പറയുന്നേ? നിർത്ത്. നിങ്ങക്ക് നാണമില്ലേ ഇവളെ പോലെ ഒരുത്തിയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ? അവള് രാവിലെ തന്നെ ഉടുത്തൊരുങ്ങി ഇറങ്ങും ഓരോ കുടുംബം നശിപ്പിക്കാൻ. എടി, നിന്റെ കള്ളക്കണ്ണീരൊന്നും എന്റെ മുന്നിൽ വേണ്ട. നീ സ്ത്രീയാണോ മോശിച്ചവളെ? ചേച്ചി പ്ലീസ്. നിന്റെ ഈ അഭിനയത്തിലാ എന്റെ രഘുവേട്ടൻ വീണത്. ആ പാവത്തിന് ഉപയോഗിച്ച് നേടാനുള്ളതൊക്കെ നേടിക്കഴിഞ്ഞ് അയാൾക്ക് ആരുമില്ലാത്തൊരവസ്ഥ വന്നപ്പോ നീ അയാളെ ആട്ടിപ്പായിച്ചു. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി, കേട്ടോടി? കേക്കും. ഒന്ന് നിർത്തുന്നുണ്ടോ? ഈ വീട്ടിൽ വെച്ച് ഇതൊന്നും പറ്റില്ല. മര്യാദക്ക് ഇവിടുന്ന് പോണം. നിങ്ങൾ ഇവിടെ പോലുള്ള സ്ത്രീ ആയതുകൊണ്ടാവും ഇവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. വീട്ടിൽ കയറി വന്ന് തോന്നിയാസം പറയരുത്. ഇവിടെ ഇറങ്ങിപ്പോ. പോവാനാ പറഞ്ഞേ. ഞാനിപ്പോ തന്നെ പോവാം. ഇനി എന്റെ രഘുവേട്ടനെ തേടി ഇവള് വന്നാ ഒന്നുകൂടെ നിന്നെ ഞാൻ. നിനക്കേ ഈ അമ്പിളിയെ അറിയില്ല. ഒന്ന് നിന്നേ. എല്ലാം അങ്ങ് പറഞ്ഞു തീർത്ത് ജയിച്ചെന്ന് കരുതി പോവാണോ? വേണ്ട, അവള് പോട്ടെ. പറ്റില്ല മേഡം. ഇതുവരെ ഞാനിവര് പറഞ്ഞതൊക്കെ കേട്ടില്ലേ? ഇനി എനിക്ക് പറയാനുള്ളത് അവര് കേക്കട്ടെ. നിനക്ക് എന്താടി പറയാനുള്ളത്? പറയടി. നിങ്ങൾ എന്താ പറഞ്ഞേ? ഞാൻ കാരണമാ രഘുവേട്ടൻ ഈ അവസ്ഥയിലായതെന്നോ? അതെ, നിന്നെ സഹായിക്കാൻ വേണ്ടിയാ രഘുവേട്ടൻ എന്നെ മോളെയും വരെ മറന്നത്. അല്ല, സ്വന്തം ഭർത്താവിനെ മനസ്സിലാക്കാത്ത നിങ്ങൾ കാരണോ രഘുവേട്ടൻ ഇങ്ങനെ ആയത്. ഞാൻ രഘുവേട്ടന് തല്ല് വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് നിങ്ങൾക്ക് വേണ്ടിയാ. നിങ്ങളും രഘുവേട്ടനും തമ്മിൽ അകലാതിരിക്കാൻ വേണ്ടിയാ. രഘുവേട്ടൻ ചെയ്ത സഹായങ്ങൾക്കൊക്കെ ഞാൻ നന്ദി കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കായിരിക്കും അതിന്റെ നഷ്ടം. ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നത് അയാളെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു ഭാര്യ.
നിങ്ങൾ അങ്ങനെ ഒരു സ്ത്രീയാണോന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. എടി നിങ്ങളെപ്പോലെ എടി പൊടിന്ന് വിളിക്കാനും എനിക്കറിയാം, തല്ലാനും അറിയാം. ഞാനത് ചെയ്യാത്തതേ രഘുവേട്ടനെ ഓർത്തിട്ടാ. ആ മനുഷ്യന്റെ ഭാര്യയാണല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം. എനിക്കറിയാം, ഞാൻ ആ മനുഷ്യനെ ഒരുപാട് വേദനിപ്പിച്ചു, അപമാനിച്ചു. എല്ലാം നിങ്ങൾക്കും കുഞ്ഞിനും വേണ്ടി മാത്രം. രഘുവേട്ടനെ ഓരോ തവണ തള്ളി പറയുമ്പോഴും ആ മനുഷ്യനെക്കാളും വേദനിച്ചത് ഞാനാ. അത് നിങ്ങൾ കരുതുന്നത് പോലെ വേറൊരു ബന്ധം ഉണ്ടായിട്ടല്ല. ആരും ഇല്ലാതായപ്പോ എന്നെ എന്റെ കുഞ്ഞിനെ സഹായിക്കാൻ മനസ്സ് കാണിച്ച ആ മനുഷ്യനോടുള്ള ബഹുമാനം കൊണ്ടാ. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിന് ഒരു നിറവേ നിങ്ങളുടെയൊക്കെ കണ്ണിലുള്ളൂ. അത് നിങ്ങളുടെയൊക്കെ കാഴ്ചയുടെ കുഴപ്പമോ? മറ്റുള്ള സ്ത്രീകളെ അപമാനിക്കാനും ചോദ്യം ചെയ്യാനും നടക്കുന്നതിന് മുമ്പ് സ്വന്തം തെറ്റെന്താണെന്ന് മനസ്സിലാക്കി അത് തിരുത്താൻ നോക്ക്. മതി ആമി, നീ ഇങ്ങ് പോരെ. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. രഘുവേട്ടനെ പോലൊരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. അത് മനസ്സിലാക്കി ജീവിക്കാൻ നോക്ക്. രഘുവേട്ടനെ പോലൊരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. അത് മനസ്സിലാക്കി ജീവിക്കാൻ നോക്ക്. മോളെ, മോൾ പേടിക്കണ്ട കേട്ടോ.